സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേ ഇപ്പോൾ ശരിയാക്കി തരാം പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് കഴിഞ്ഞ വീക്കിൽ പറഞ്ഞതുപോലെ തന്നെ സെൻറ്റ് ആൻ്റണീസ് കോളേജാണ്. ഇവിടെ വളരെ പ്രകൃതിരമണീയമായ ഒരു കോളേജാണ്, നല്ല കുട്ടികളാണ്. ഇതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞു. ഏതായാലും കുട്ടികൾ അവിടെ ഇങ്ങനെ സ്ക്രിപ്റ്റൊക്കെ പഠിച്ച് റെഡിയായി നിൽക്കുകയാണ്. ആ സ്ക്രിപ്റ്റ് ഏതാണെന്നറിയണ്ടേ? അത് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. കമാ. ഓഫീസിലെ വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ദുരിതാശ്വാസ സഹായത്തിനും വേണ്ടി കയറിയിറങ്ങി നടുവടിഞ്ഞ പാവങ്ങളെ ഇത്തിരി കനിവ് തേടി എന്റെ അടുത്ത് വന്നിരിക്കുന്നത്. അത് നിനക്ക് പിടിക്കണല്ലടാ. നീ എന്താ വരെ വിളിച്ചത്? എംബോക്കികളെന്നോ? ബഹുമാനപ്പെട്ട കുന്നത്തുനാട് തഹസിൽദാർക്ക് എംബോക്കി എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? കണ്ടോ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവിടുത്തെ കുട്ടികൾ ഭയങ്കര എനർജിയാണ്. അപ്പം ആ എപ്പിസോഡിൽ എല്ലാ കുട്ടികളും ഭയങ്കര എനർജി ആയിരുന്നു. അതിനേക്കാൾ എനർജിയാണെന്ന് തോന്നി വരും അല്ലേ? അപ്പം നമുക്ക് ഐശ്വര്യത്തിൻ്റെ സൈറനായിട്ട് ആദ്യം തന്നെ ഡോണയുടെ ഒരു പാട്ടിലങ്ങ് തുടങ്ങിക്കളയാം. ഡോണ വരൂ. എന്തൊക്കെയുണ്ട് ഡോണ വിശേഷങ്ങൾ? ഡോണ ഏതിനാണ് പഠിക്കുന്നത് ഇവിടെ? ഞാൻ ഇവിടെ BFT ഫാഷൻ ടെക്നോളജി. ഓ വെരി ഗുഡ്. എവിടെ നാട്? ഞാൻ കുമളി, ഇവിടെ ഇടുക്കി കുമളി. ഫാഷൻ ടെക്നോളജി ഒക്കെ ഉണ്ട് ഇവിടെ അല്ലേ? ഓക്കെ ഓക്കെ, നൈസ്. മന്ത്രത്താൽ പായുന്ന കുതിരയും മാണിക്ക് കയ്യാൽ തൊടാം. മന്ത്രത്താൽ പായുന്ന കുതിരയും മാണിക്ക് കയ്യാൽ തൊടാം. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. ഊഞ്ഞാലേ പാടാമോ ഊഞ്ഞാലേ പാടാമോ. മാനത്തെ മാമന്റെ തണികയിൽ മാമുണ്ണാൻ പോകാമോ നമുക്കിനി. തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. അപ്പോൾ നമുക്കവിടെ തുടങ്ങിയല്ലോ. ലോകനാഥൻ IAS എന്ന് പറഞ്ഞ സിനിമയിലെ മണിച്ചേട്ടൻ്റെ ഒരു ഡയലോഗാണ്. സിനിമ കണ്ടായിരുന്നോ? കണ്ടു, വെരി ഗുഡ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. നിന്റെയൊക്കെ ഓഫീസിലെ വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ദുരിതാശ്വാസ സഹായത്തിനും വേണ്ടി കയറി ഇറങ്ങി നടു ഒടിഞ്ഞിരിക്കുന്ന ഈ പാവങ്ങളെ ഇത്തിരി കനിവ് തേടി എൻ്റെ അടുത്തിരിക്കും വന്നിരിക്കണത്. നീ കർഷക തൊഴിലാളി പെൻഷനും ദുരിതാശ്വാസ സഹായത്തിനും വേണ്ടി നടു ഞാൻ തുമ്മിയതാ. നിന്റെയൊക്കെ ഓഫീസിലെ വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ദുരിതാശ്വാസ സഹായത്തിനും വേണ്ടി നടു ഒടിഞ്ഞ് കയറി നടു ഒടിഞ്ഞു. നിന്റെയൊക്കെ ഓഫീസിലെ വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ദുരിതാശ്വാസ സഹായത്തിനും വേണ്ടി നടന്ന് കയറി ഞാൻ ആ പടികൾ ചവിട്ടി കയറി ഇപ്പൊ എത്തി നിൽക്കുന്ന എവിടെയാണെന്നറിയോ? ഇങ്ങനെ നോക്കിയാൽ എനിക്ക് ശബരിമല കാണാം. സ്വാമിയേ ശരണമയ്യപ്പോ. ദുരിതാശ്വാസ സഹായത്തിനും വേണ്ടി കയറി നടു ഒടിഞ്ഞ ഈ പാവങ്ങളെ ഇത്തിരി കനിവ് തേടി എന്റെ അടുത്തിരിക്ക് വന്നിരിക്കണത്. അത് നിനക്ക് പിടിക്കുന്നില്ലല്ലേടാ? നീ എന്താടാ വിളിച്ചേ? എംബോഗികളെന്നോ? ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് എംബോഗി എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? തഹസിൽദാർക്ക് എംബോക്കി എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? ഓക്കെ, സ്വന്തമായിട്ട് കൈയടിച്ച് രക്ഷപ്പെടുവാണ്. ഓക്കെ, വിട്ടോ. എന്താണ് പേര്? ഡയാനയും ഈ ഫ്രണ്ടും ഒക്കെ അവിടെ നിന്ന് ആദ്യത്തെ എപ്പിസോഡിൽ നോക്കി പഠിക്കുന്നുണ്ട് എങ്ങനെയാണ് ട്രിക്കുകൾ അഭിനയിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ വലിയൊരു അഭിനയമാണ് നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഡയാന ഏതിനാണ് അവിടെ പഠിക്കുന്നത്? എവിടെയാണ് നാട്? മുണ്ടക്കെ. റെഡി, ആക്ഷൻ. നിന്റെയൊക്കെ ഓഫീസിലെ വിധവാ പെൻഷനും കർഷക പെൻഷനും ദുരിതാശ്വാസ സഹായത്തിനും വേണ്ടി കയറി ഇറങ്ങി നടന്ന് നടുവൊടിഞ്ഞ് പാവങ്ങളെ എന്റെ അടുത്താ സഹായത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. അത് നിനക്ക് പിടിക്കുന്നില്ലല്ലേടാ? നീ എന്താ ഇവരെ വിളിച്ചത്? എംബോക്കി എന്നോ? ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് എംബോക്കി എന്ന വാക്കിന്റെ അർത്ഥം അറിയുമോ? ഇത്രയും ഡയലോഗ് കുഴപ്പമില്ലായിരുന്നു. ഇനി ഇത് അഭിനയിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ അഭിനയിച്ചതായിരുന്നോ? ഒന്നുകൂടെ. അവന്റെ ഒരു ഇംഗ്ലീഷ്. ഇത് ഇംഗ്ലീഷ് അല്ല മുത്തച്ഛ, ഹിന്ദി. നിന്റെയൊക്കെ ഓഫീസിലെ വിധവ പെൻഷനും
കർഷക പെൻഷനും ദുരിതാശ്വാസ സഹായത്തിനും വേണ്ടി കയറി ഇറങ്ങി നടന്ന് നടുവൊടിഞ്ഞ ഇവരൊക്കെ എൻ്റെ അടുത്ത സഹായത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. അത് നിനക്ക് പിടിക്കുന്നില്ലല്ലേടാ? നീ എന്താ അവരെ വിളിച്ചത് എംബോക്കി എന്നും? ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് എംബോക്കി എന്ന വാക്കിന്റെ അർത്ഥം അറിയുമോ? ഇത് കുട്ടികളെയൊക്കെ ഇരുത്തി പഠിപ്പിക്കുന്ന കൊണ്ട് എന്തായാലും ഞാൻ കൂടുതൽ നിന്ന് ഒരുക്കുന്നില്ല, വിട്ടോളൂ. തീർന്നല്ല നിന്റെ അഹങ്കാരം. എനിക്കിനി സ്വൈരോട്ടൊന്ന് കിടന്നുറങ്ങണം. ഈശ്വരന്മാരെ രക്ഷിക്കണേ. ജെറിൻ അല്ല പിന്നെ ജെറിനെ എന്തൊക്കെയാണ് മോനെ വിശേഷം? സുഖം. എങ്ങനെയുണ്ട് കോളേജ്? കോളേജ് കുഴപ്പമില്ല, വൈബായിട്ട് പോകുന്നു. വൈബാണ്. ഏതിനാണ് പഠിക്കുന്നത്? ഞാൻ BCA. റെഡി ആക്ഷൻ. നിന്റെയൊക്കെ ഓഫീസിലെ അവൻ ഗംഭീരമായിട്ട് തുടങ്ങിയാണ്. നിങ്ങൾ ചിരിക്കുന്നവർ കൈയടിച്ച ഇങ്ങനെ അഭിനയിച്ചാലേ ചെരിപ്പ് ഉറപ്പാ. നിന്റെയൊക്കെ ഓഫീസിലെ വിധവാ പെൻഷനും തൊഴിലാളി കർഷക പെൻഷനും ദുരിതാശ്വാസ നിധിക്കും വേണ്ടി കയറി നടി ഓടിഞ്ഞ കുറെ പാവങ്ങൾ എൻ്റെ അടുത്ത് കുറച്ച് കിനാവിന് വേണ്ടി വന്നു. കിനാവോ? അത് മറന്നു. ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് കുറച്ച് കനവിന് വേണ്ടി എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. അവരെ നിനക്ക് പിടിക്കണമെന്നില്ലടാ. നിങ്ങൾ അവരെ എന്താ വിളിച്ചേ? എംബോക്കികളെന്നോ? ബഹുമാനപ്പെട്ട തഹസിൽദാറിന് അറിയുമോ എംബോക്കി എന്ന വാർത്തന്റെ അർത്ഥം? അടിപൊളി അടിപൊളി, സൂപ്പർ. എന്തൊരു പ്ലാനിങ്, എന്തൊരു വിവരം, എന്തൊരു ഇത് കണ്ടോ രോമാഞ്ചരത്ത് പിടിക്കുക. എന്താണ് പേര്? ഹരിപ്രിയ. ഹരിപ്രിയ. എവിടെയാണ് നാട്? ഞാൻ മുണ്ടയ്ക്ക് 31. ആക്ഷൻ. നിന്റെയൊക്കെ ഓഫീസിലെ വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ദുരിതാശ്വാസ സഹായത്തിനു വേണ്ടി കയറി ഇറങ്ങി നടുവൊടിഞ്ഞ ഈ പാവങ്ങളെ ഇത്തിരി കനിവ് തേടി എൻ്റെ അടുത്ത് വന്നപ്പോൾ നിനക്കത് പിടിക്കുന്നില്ലേടാ? ഇത് അവൻ കരയല്ല അവിടെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്നു. ഇത് കൈ വിട്ടുപോയടാ. നീ എന്താ അവരെ വിളിച്ചത് എംബോക്കികളെന്നോ? ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് അതിന്റെ എംബോക്കികൾ എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? ഇത് ഇത്ര ആക്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ. നിന്റെയൊക്കെ ഓഫീസിലെ വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ദുരിതാശ്വാസ സഹായത്തിന് വേണ്ടി കയറി ഇറങ്ങി നടുവൊടിഞ്ഞ ഈ പാവങ്ങളെ ഇച്ചിരി കനിവ് തേടി എന്റെ അടുത്ത് വന്നപ്പോ നിനക്കൊന്നും പിടിക്കുന്നില്ലല്ലേടാ? നീ എന്താ അവനെ വിളിച്ച് എംബോക്കികളെന്നോ? ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് എംബോക്കി എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? ഞാൻ சொல்லிலே ഇന്നലെ ഇருந்து உங்களுக்கு ദീപാവലി. വലി വലി. എന്താ പേര്? വിസ്മയ. വിസ്മയ. എവിടെയാണ് നാട്? കോഴിക്കോട്. കോഴിക്കോട്. ആക്ഷൻ. നിന്റെയൊക്കെ ഓഫീസിലെ കർഷക തൊഴിലാളി തമിഴാണോ തെലുങ്കാണോ കന്നഡയാണോ? നിന്റെയൊക്കെ ഓഫീസിലെ വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ദുരിതാശ്വാസ സഹായത്തിനും വേണ്ടി കയറി നടുവൊടിഞ്ഞാണ് ഈ പാവങ്ങൾ ഇച്ചിരി കനിവ് തേടി എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അത് നിനക്കൊന്നും പിടിക്കണില്ല അല്ലേ? എന്താ നീയൊക്കെ ഇവരെ വിളിച്ചത് എംബോക്കികളെന്നോ? ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് അതിന്റെ തഹസിൽദാർക്ക് എംബോക്കികൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? ഓക്കെ, അടിപൊളി, സൂപ്പർ. എന്തല്ലേ? യെസ്. അടുത്തതായിട്ട് വേദിയിലേക്ക് വരുന്നു ആര്യ. ആര്യ ഒന്നാം തരം പാട്ടുകാരി എന്നാണ് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു. സത്യമാണോ? ഇവിടെ കുറേ പേരുടെ അടുത്ത് പറഞ്ഞു. സത്യമാണോ? നാടൻ പാട്ടൊക്കെ പാടുമെന്ന് പറഞ്ഞു. ഇല്ലേ? എന്നാ കുഴപ്പമില്ല. നാടൻ പാട്ട് പാടുന്ന ആരുണ്ട് ഇവിടെ? ശ്രീലക്ഷ്മി. അപ്പോൾ അടുത്ത ശ്രീലക്ഷ്മി നമുക്ക് കേട്ടോ. ആക്ഷൻ. നിന്റെയൊക്കെ ഓഫീസിലെ വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ദുരിതാശ്വാസ നാടൻ പാട്ട് പാടാനല്ലോ ആക്ട് ചെയ്യാനോ അവർക്ക്? എന്താരോ മഹാനു പാവുലു. നിന്റെയൊക്കെ ഓഫീസിലെ വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ദുരിതാശ്വാസ ക്യാമ്പുകൾക്കും ദുരിതാശ്വാസ ക്യാമ്പിൽ പോയ മോനെ വീണയല്ല ഇത്, ഹാർമോണിയ. എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ എന്തെങ്കിലും അയ്യാ പറ്റുമോ? ഹാർമോണിയത്തെ കയറി വീണാന്ന് വിളിച്ചാ അതിന് വിഷമാവില്ലേ? നിന്റെയൊക്കെ ഓഫീസിലെ വിധവാ പെൻഷനും കർഷക തൊഴിലാളി ഡാൻസ് കൂടെ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. നിന്റെ ഓഫീസിൽ ഇങ്ങനല്ല ആക്ട് ആണ് ചെയ്യേണ്ടത്. എന്താ പറ്റിയേ? ഇതാണ് ഇംഗ്ലീഷ് ഡാൻസ് ട്വിസ്റ്റ്. ഇത് ഇംഗ്ലീഷ് ഒന്നും അല്ല, തനി നാടൻ വെളിച്ചപ്പാട് തുള്ളൽ എന്നാണ് പേര്.
നിന്റെയൊക്കെ ഓഫീസിലെ വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ദുരിതാശ്വാസ സഹായത്തിനും വേണ്ടി കയറി ഇറങ്ങി നടുവൊടിഞ്ഞ പാവങ്ങൾക്ക് ഇത്തിരി കനിവ് തേടി എൻ്റെ അടുത്ത് വന്നിരിക്കണത് അതെനിക്ക് പിടിക്കുന്നില്ല അല്ലേടാ. നീ എന്താ അവരെ വിളിച്ചത് ഏമ്പോക്കികളെന്നോ? ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് ഏമ്പോക്കികളെന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം? ഇത് ലവ് പക്കി, ഇത് ലംപക്കി, ഇത് നിറം മാറി പക്കി. അപ്പോൾ ഒന്നുകൂടെ ഇത്രയും സാധനം ആക്ട് ചെയ്ത് പറയാൻ പോവുകയാണ്. എന്നാൽ റെഡി 1 2 3 സ്റ്റാർട്ട്. നിന്റെയൊക്കെ ഓഫീസിലെ വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ദുരിതാശ്വാസ സഹായങ്ങൾക്കും വേണ്ടി കയറി ഇറങ്ങി നടുവൊടിഞ്ഞ എൻ്റെ അടുത്ത് വന്ന പാവങ്ങളെ നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് ഇതെന്താ പെണ്ണ് കാണാൻ വന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കിഷ്ടായി, അവർക്കിഷ്ടാവോ എന്തോ. നിന്റെയൊക്കെ ഓഫീസിലെ വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ദുരിതാശ്വാസ സഹായത്തിനും വേണ്ടി കയറി ഇറങ്ങി നടുവൊടിഞ്ഞ ഈ പാവങ്ങളെ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ഇത്തിരി കനിവിന് വേണ്ടിയിട്ടാണ്. അത് നിനക്ക് പിടിക്കുന്നില്ല അല്ലേടാ. നീ എന്താ അവരെ വിളിച്ചത് എംബോക്കികളെന്നോ? ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് അല്ല സാർ, ഞാൻ ആ ഡയലോഗ് പഠിച്ചു. ഒരു ചാൻസ് കൂടി. ശരി, ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞേ. അവന് ഭ്രാന്താന്നേ. തഹസിൽദാർക്ക്, ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് എംബോക്കികൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയും? ഓക്കെ, അങ്ങനെ രക്ഷപ്പെട്ടില്ലേ? പോട്ടെ എന്നാ, പോട്ടെ തമ്പി. കമന്റാ എന്താണ് ഞാൻ ഇപ്പൊ കണ്ണളകി തറയെ വീഴുന്നത് കേട്ടോ. അതിനൊരു നുള്ളും കൊടുത്തിട്ടാണ് വന്നത്. അതെന്തിനാണ്? കൂട്ടുകാരി അതുകൊണ്ട് കൊടുക്കാന്ന്. ഓക്കെ, വേറെ എത്ര കൂട്ടുകാരുണ്ട് ഇവിടെ? ആണോ? എന്നാൽ ഓരോ നുള്ളു കൊടുത്തിട്ട് എല്ലാവർക്കും. 1 2 3 ആക്ഷൻ. സ്വാഭാവികം. നിന്റെയൊക്കെ ഓഫീസിലെ വിധവ പെൻഷനും കർഷക പാട്ട് പിന്നെ പാടിയാൽ മതി. ഇപ്പൊ നമുക്ക് നിന്റെയൊക്കെ ഓഫീസിലെ വിധവ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ദുരിതാശ്വാസ സഹായത്തിന് വേണ്ടി കയറി ഇറങ്ങി നടുവൊടിഞ്ഞ ഈ പാവങ്ങൾ ഇത്തിരി കനുവിനായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. നിനക്ക് പിടിക്കുന്നില്ലല്ലോടാ. നീ എന്താണ് അവരെ വിളിച്ചത് ഏമ്പോക്കികളെന്നോ? പിടിക്കുന്നില്ലോടാ കറക്റ്റായിട്ട് പറഞ്ഞു. പിടിക്കുന്നില്ലല്ലോടാ. പഠിക്കേണ്ടാത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞു. പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അവിടെ വെച്ചേക്ക്, അവിടെ വെക്കട്ടെ, അവിടെ വെക്കട്ടെ, അവിടെ വെച്ചേക്ക്, അവിടെ വെച്ച്. നീ എന്താ അവരെ വിളിച്ചത് ഏമ്പോക്കികളെന്നോ? എംബോക്കികളെന്നോ? ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് അറിയോ ഏമ്പോക്കി എന്ന വാക്കിന്റെ അർത്ഥം? തണുത്ത് വിറയ്ക്കുന്നു. പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം. അപ്പൊ ഈ ഏത് നമ്മളിവിടെ പഠിക്കുന്ന? ഞാൻ BBA ഏവിയേഷൻ. നാട് എവിടെയാണ്? പെരുവന്താനം. റെഡി 1 2 3 സ്റ്റാർട്ട്. നിന്റെയൊക്കെ ഓഫീസിലെ വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ദുരിതാശ്വാസ സഹായത്തിനും വേണ്ടി കയറി ഇറങ്ങി നടുവൊടിഞ്ഞ ഈ പാവങ്ങളെ ഒരല്പം കനിവിന് വേണ്ടിയാണ് എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത്. നിനക്കത് പിടിക്കണില്ലല്ലേടാ. ഇത്ര സാധനം ആക്ട് ചെയ്ത് നടന്നൊക്കെ ഒന്ന് പറഞ്ഞു. വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. നിന്റെയൊക്കെ ഓഫീസിലെ വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ദുരിതാശ്വാസ സഹായത്തിനും വേണ്ടിയുള്ള ഈ കയറി ഇറങ്ങി ഈ പാവങ്ങളെ കയറി ഇറങ്ങി നടുവൊടിഞ്ഞ ഈ പാവങ്ങളെ ഒരു ഇത്തിരി കനിവിന് വേണ്ടിയാണ് എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത്. അത് നിനക്ക് പിടിക്കണില്ലല്ലേടാ. നീ എന്താ അവരെ വിളിച്ചത് എംബോക്കികളെന്നോ? ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് എംബോക്കി എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? കുമ്മട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്കാക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ബികോം. ഓക്കെ, എവിടെ? നാട് എവിടെ? പാമ്പാടി. ഓക്കെ, റെഡി ആക്ഷൻ. നിന്റെയൊക്കെ ഓഫീസിലെ വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ദുരിതാശ്വാസ പെൻഷനും കയറി ഇറങ്ങി നടുവൊടിഞ്ഞ ഈ പാവങ്ങള് ഒരു കനിവ് തേടിയാണ് എൻ്റെ അടുത്ത് വന്നത്. നിനക്കത് പിടിക്കണില്ലേടാ. നീ എന്താ അവരെ വിളിച്ചത് എംബോക്കികളെന്നോ? ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് എംബോക്കികൾ എന്ന വാക്കിന് അർത്ഥം അറിയോ? രക്ഷപ്പെട്ടു. ആതിര, എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിലുള്ള പെർഫോമൻസ് ഒക്കെ? ഏത് ക്ലാസ്സിൽ പഠിക്കുകയാണ്?
തുടങ്ങിയല്ലോ. റെഡിയല്ലേ? റെഡി, ആക്ഷൻ. നിന്റെയൊക്കെ ഓഫീസിലെ വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ദുരിതാശ്വാസ സഹായത്തിനു വേണ്ടി വന്ന് ഈ പാവങ്ങളെ കയറി ഇറങ്ങി നടുവൊടിഞ്ഞ ഈ പാവങ്ങൾ ഇത്തിരി കനിവ് തേടിയാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അത് നിനക്ക് പിടിക്കുന്നില്ലേടാ? എൻ്റെ അടുത്ത് എന്തിനാ പറയുന്നത്? അങ്ങോട്ട് നോക്കി പറ. എന്താ നീ എന്താ അവരെ വിളിച്ചേ? എംബോക്കികളെന്നോ? ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് എംബോക്കി എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ? ഓക്കെ, രക്ഷപ്പെട്ടോ. എന്റെ വേട്ടയ്ക്കൊരു മകനെ നീ രക്ഷിച്ചു. ഇതേ എന്തുണ്ട്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ BCA. അങ്ങോട്ട് നോക്കി പറ. BCA ഫസ്റ്റ് ഇയർ. പവറായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. റെഡി, ആക്ഷൻ. നിന്റെയൊക്കെ ഓഫീസിലെ വിധവാ പെൻഷനും കർഷക നമഹ എന്ന് പറ. നമഹ. എന്റെ ശബരിമല മുര. നിന്റെയൊക്കെ ഓഫീസിലെ വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ദുരിതാശ്വാസ സഹായത്തിനും വേണ്ടി കേറി ഇറങ്ങി നടുവൊടിഞ്ഞ ഈ പാവങ്ങളെ ഇത്തിരി കനിവിന് വേണ്ടി എൻ്റെ അടുക്കൽ വന്നിരിക്കണം. നീ എന്താ അവരെ വിളിച്ചത്? എംബോക്കികളെന്നോ? ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് എംബോക്കി എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? സിസ്റ്റർ മേശയുടെ അടിയിലോട്ടിരുന്നു. നെക്സ്റ്റ് പേഷ്യന്റ്. എന്താട്ടെന്ന കൈയടിക്കല്ലേ? ആഷ്മി എന്നല്ലേ പേര്? ആഷ്മി. ഓക്കെ, ആഷ്മി. റെഡി. അയ്യോ ഡയലോഗിന്. നിന്റെയൊക്കെ ഓഫീസിലെ റെഡി, ആക്ഷൻ. നിന്റെയൊക്കെ ഓഫീസിലെ വിവിധ പെൻഷനോ? ഏതൊക്കെയാ വിവിധ പെൻഷൻ? ആരോടും പറയല്ലേ, അമ്പോയി സാരാട്ടാ. കർഷക തൊഴിലാളി പെൻഷനും ദുരിതാശ്വാസ പെൻഷനും. ഇത് അക്ഷരം പഠിപ്പിക്കാൻ വന്ന ആളല്ല ഞാൻ. കൊഴുക്കട്ടല്ല ഊത്തപ്പം പറയുന്നത് കേള് കോച്ചാണ്. കർഷക തൊഴിലാളി പെൻഷനും പിന്നെ ദുരിതാശ്വാസ സഹായത്തിനും വേണ്ടി കയറി ഇറങ്ങി നടുവൊടിഞ്ഞ പാവപ്പെട്ട ഈ പാവങ്ങളെ എന്തുവാ ഇത്തിരി കനിവിന് വേണ്ടിയാ എൻ്റെ അടുത്ത് വന്നേ. അവരെ നിനക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ലല്ലേടാ? ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് എംബോക്കികൾ എന്നതിന്റെ അർത്ഥം അറിയൂ? പറയുന്നുണ്ടോ? അയ്യോ വേണ്ട. സത്യസന്ധത. സാന്ദ്ര പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ ഓക്കെ, സാന്ദ്ര റെഡി അല്ലേ? റെഡി. സാന്ദ്ര ഏതിനാ പഠിക്കുന്നത്? BFT ഫാഷൻ ഡിസൈൻ. നിന്റെയൊക്കെ ഓഫീസിലെ വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും. ഇത് കരയുമല്ല അവർ കേട്ടോണ്ടിരിക്കുന്നത്. എടാ ഭാവം ഭാവം അഹംഭാവം. നിന്റെയൊക്കെ ഓഫീസിലെ വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ദുരിതാശ്വാസ സഹായത്തിനു വേണ്ടി കയറി ഇറങ്ങി നടുവൊടിഞ്ഞ പാവങ്ങൾ ഇത്തിരി കനിവ് തേടി എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അത് നിനക്ക് പിടിക്കുന്നില്ലല്ലേ ഡാന്നൊന്നും അങ്ങനെ വിളിക്കാറില്ല കുഞ്ഞ്, അതുകൊണ്ടാണ്. ആള് ബുദ്ധിമതിയാണല്ലോ. നീ എന്താ അവരെ വിളിച്ച? എംബോക്കികളെന്നോ? ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് എംബോക്കി എന്ന വാക്കിന്റെ അർത്ഥം എന്തെന്നറിയോ? തഹസിൽദാർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇല്ലേ മോളെ? തഹസിൽദാർ എങ്ങനെയും ഒപ്പിച്ച് കളഞ്ഞു. അല്ലയോന്ന് വില്ലേജ് ഓഫീസിലെ പുള്ളി അല്ലയോന്ന്. ശരിയല്ല. നീ ആള് തിരക്കല്ലല്ലോ മോനെ. ഏതായാലും മേനോന്റെ മാതിരി ആയിട്ടില്ല, നിനക്ക് ഭാവിയുണ്ട്. യെസ്. അടുത്തതായിട്ട് വരുന്നു പുണ്യ. ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം. കുറച്ച് സുഖം എല്ലാ സുഖം ആണോ? ഓക്കെ ഓക്കെ. എവിടെ നാട് എവിടെയാണ്? ഇവിടെ നെടുങ്കണ്ടം തൂക്കുവാനം. ഓക്കെ ഓക്കെ. എന്നാ റെഡി, ആക്ഷൻ. നിന്റെയൊക്കെ ഓഫീസിലെ വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ദുരിതാശ്വാസ സഹായത്തിന് വേണ്ടി കയറി ഇറങ്ങി നടുവൊടിഞ്ഞ് ഈ പാവങ്ങളെ ഇച്ചിരി കനിവിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേടാ? നീ എന്താ അവരെ വിളിച്ചേ? എംബോക്കികളെന്നോ? ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് അറിയാവോ? ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് അറിയാവോ? ഈ മറ്റേ ഈ ലീഗലിയ ചുണ്ടലിയ നച്ചലി എന്താ പറയുന്ന ഒരു അഡ്വൈസറി എന്നൊക്കെ പറയുന്നത്. അതെ തന്നെ. ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് അറിയാവോ? തഹസിൽദാർ എന്നൊക്കെ ഇത് ഈ ജോലിയിൽ ഇരിക്കുന്നവർക്ക് ഇറങ്ങി ഓടും കേട്ടോ. ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് അറിയാവോ? അയ്യേ ചമ്മിപ്പോയി.
ബഹുമാനപ്പെട്ട തഹസിൽദാർ ഓ തഹസിൽദാർ ഇങ്ങോട്ട് നോക്ക് തെറ്റൊക്കെ എന്ത് അക്ഷരസ്ഫുടതയോടെ പറയുന്നത്. ആണോ എന്നാ പോയി പഠിച്ചിട്ട് വാ. ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് അറിയാമോ ആ എംബോക്കി എന്ന വാക്കിന്റെ അർത്ഥം? ഓക്കെ തഹസിൽദാർ പഠിച്ചല്ലേ? യെസ്. അടുത്തായിട്ട് വേദിയിലേക്ക് വരുന്നു സന. സന എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എവിടെയാ നാട്? പൊൻകുന്നം. പൊൻകുന്ന്. ഇവിടെ ഏതിന് പഠിക്കുന്നു? ഫാഷൻ ഡിസൈൻ. ഫാഷൻ. റെഡി 1 2 3 സ്റ്റാർട്ട്. നിൻ്റെയൊക്കെ ഓഫീസിലെ വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ദുരിതാശ്വാസ നിധിയിലേക്കോ? ദുരിതാശ്വാസ നിധിയിലേക്കോ? ഏത് നിധി അത്? എഴുത്തുമാനെ അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. കയറി ഇറങ്ങി നടുവണിഞ്ഞ ഈ പാവങ്ങൾ. നടുവാണഞ്ഞേ? നടുവൊടിഞ്ഞ. ഒടിഞ്ഞു. ഓ എൻ്റെ അടുത്ത് ദേഷിക്കുന്ന കേട്ടോ ആള്. പറ. നടുവൊടിഞ്ഞ ഈ പാവങ്ങൾ ഇത്തിരി കനിവിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അതൊന്നും നിനക്ക് പിടിക്കുന്നില്ലല്ലേടാ? നീ എന്താ പറഞ്ഞ? അല്ല നീ എന്താ അവരെ വിളിച്ചത്? എംബോക്കികളെന്നോ? ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് എംബോക്കികൾ എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? ഓ സൂപ്പർ, അടിപൊളി. യെസ്. അപ്പം എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ പെർഫോം ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരാളെ അങ്ങ് വിളിക്കുകയാണ്. വിസ്മയ. വിസ്മയയ്ക്ക് സ്റ്റാറോ നൽകുന്ന നോൺ സ്റ്റിക്ക് തവ പാനാണ് ഇത് സംതൃപ്തിയുള്ള പാചകത്തിനും രുചികരമായ ഭക്ഷണത്തിനും വേണ്ടിയിട്ടുള്ള വീട്ടിൽ കൊണ്ട് കൊടുത്ത് മമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ സ്വന്തമായിട്ടൊക്കെ ചെയ്ത് കഴിക്കണം കേട്ടോ. അടുത്തതായിട്ട് വിളിക്കുന്നു ജെറിൻ. ജെറിൻ ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തു. ഇടയ്ക്ക് ചില വാക്കുകൾ തെറ്റിയെങ്കിലും കുഴപ്പമില്ല, നല്ല പവർഫുള്ളായിട്ട് തന്നെ പെർഫോം ചെയ്തു. ജെറിൻ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ്. പുറത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കംപ്ലീറ്റ് സൊല്യൂഷനാണ് ഇവരോട്ട് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഫ്രൂട്ടോജൻ തരുന്ന ഇതിനകത്ത് ജ്യൂസും ഉണ്ട്, ഇതിൻ്റെ ഫ്രൂട്ട് കഷ്ണങ്ങളും ഉണ്ട്. അപ്പോൾ അത് കഴിക്കുകയും ചെയ്യാം, കുടിക്കുകയും ചെയ്യാം. ദാഹവും മാറും, വിശപ്പും മാറും. ഓക്കെ. അടുത്തതായിട്ട് വിളിക്കാം ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി കണ്ണ് തറ വീഴും. ഇങ്ങോട്ട് വന്നേ. പിടിച്ചു വരച്ചങ്ങ് മേടിക്കുന്നുണ്ട് എന്ന് ഇടാൻ അങ്ങോട്ട് താ പോട്ടല്ലോ. എനിക്കിത്തിരി ഡ്യൂട്ടി ഉണ്ട്. ഇതുണ്ടോ, ഇതൊരു ഡയമണ്ടിൻ്റെ ഫേഷ്യൽ കിറ്റാണ്. മാമിയ വെൽനസ് നൽകുന്ന ഒരു ഡയമണ്ട് ഫേഷ്യൽ കിറ്റ്. അത് അങ്ങോട്ടൊന്ന് കാണിച്ചാൽ. ദ ആക്യുറേറ്റ് കോമ്പോസിഷൻ ഓഫ് ഹാപ്പിനെസ്. കൺഗ്രാറ്റ്സ്. ഇനി വിളിക്കാൻ പോകുന്ന ആൾ ഇവിടെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ഒരുപാട് ബാറ്ററി കിട്ടി ഫുൾ എനർജിയിൽ ഞാൻ സ്വിച്ച് കൊടുക്കുന്ന ഡയലോഗ് പറയുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിന് ഇങ്ങനെ കാണിക്കാൻ വരട്ടെ. ഹരിപ്രിയ. ഹരിപ്രിയ വളരെ പോസിറ്റീവ് എനർജി ഉള്ള ആളാണ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്, ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുന്ന ആളാണ്, നല്ല ചിരിയുടെ ഉടമയാണ്. അപ്പോൾ ഏതായാലും മാസ് നാച്ചുറൽ ഹെർബൽസ് നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. ഇത് പിടിച്ചോ. ഓക്കെ അല്ലേ? കൺഗ്രാറ്റ്സ്. യെസ്. അടുത്തതായിട്ട് നമ്മുടെ ഈ വേദിയിലേക്ക് ആദ്യമായിട്ട് വന്നൊരു പാട്ടോടുകൂടി തുടങ്ങിയ ആ കുട്ടിയെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. ഡോണ. ഹായ് ഡോണ. ഡോണയ്ക്ക് വളരെ മനോഹരമായൊരു സാധനമാണ് സൺറൈസ് ലിക്വിഡ് ഡിറ്റർജൻ്റാണിത്. ഇത് 100% കൈക്കും വസ്ത്രങ്ങൾക്കും സുരക്ഷമായി ഉള്ളൊരു സാധനമാണ്. വളരെ സുരക്ഷിതമാണ്. വസ്ത്രങ്ങൾ കേടുകൂടാതിരിക്കും, കൈയും കേടുകൂടാതിരിക്കും. ഇത് ഉപയോഗിക്കണം കേട്ടോ. കൺഗ്രാറ്റ്സ്. യെസ്. അപ്പം സെൻറ്റ് ആൻ്റണീസ് പെരുവന്താനം കഴിഞ്ഞ 2 എപ്പിസോഡുകളുമായി നമ്മൾ ഇവിടെ തന്നെയായിരുന്നു. വളരെ നല്ല, ഞാൻ ഒരു പ്രാവശ്യം കൂടി എടുത്തു പറയുകയാണ്, വളരെ മനോഹരമായ കുട്ടികളായിരുന്നു. ടീച്ചേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ നല്ല 2 എപ്പിസോഡുകൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയെന്ന സംതൃപ്തിയോടെ തൽക്കാലം ഞങ്ങൾ വിട പറയുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കോളേജിൽ മറ്റൊരിടത്ത് നമുക്ക് കാണാം. അതുവരെയും ഗുഡ് ബൈ.